എവ്രിവൺ. ഞാൻ ഡോക്ടർ ഐറിൻ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലോക ഡോക്ടേഴ്സ് ഡേ ആയ ഇന്ന് ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറയുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ സന്തോഷം ഞാൻ ഈ ഒരു നിലയിൽ എത്തിക്കാണാൻ ആഗ്രഹിച്ച, എന്നെ പഠിപ്പിച്ച എന്റെ ഓരോ അധ്യാപകരും തന്നെയായിരിക്കും. ഈ ഒരു ദിവസത്തിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട്, സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്യേണ്ട ചെറിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇന്നു മുതൽ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി, നമ്മൾ പലപ്പോഴും പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും എനർജി ഗിവിംഗ് ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്നൊക്കെ. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ചിലപ്പോൾ അത് കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരില്ല. അപ്പം കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി, അതുപോലെ തന്നെ എക്സസൈസ്, സെൽഫ് ഹൈജീൻ, ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു അവസരം ഒരുക്കി തന്ന സ്കൂളിന്റെ മാനേജ്മെന്റിനോടും അധ്യാപകരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആർഷ എം ദേവ്. 1999 മുതൽ 2010 വരെ ഞാനും ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഇന്ന് ഞാനൊരു MBBS MD ഗ്രാജുവേറ്റ് ആണ്. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷനിൽ അധ്യാപികയായി ജോലി ചെയ്തു വരികയാണ്. എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഈ ഒരു ഡോക്ടേഴ്സ് ദിനത്തിൽ ആതുര സേവന രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക. നിശ്ചയമായും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിലിരിക്കും. നന്ദി. ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ അയന, കരുവാരുകുണ്ട് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 15-16 10th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ 5.5 വർഷത്തെ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു ഡോക്ടർ ആവാനുള്ള എൻ്റെ ജേണിയിൽ എൻ്റെ സ്കൂൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദാറ്റ് സപ്പോർട്ട് ഹാസ് ഓൾവേസ് ബീൻ ദെയർ. സോ ഓൺ ദിസ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ, July 1st, I wish you all a very good luck to pursue your happiness and your passion. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി. ഒരു ഡോക്ടർ എന്നത് എന്നും എപ്പോഴും എവിടെയും ആവശ്യമുള്ളവർക്ക് സഹായഹസ്തമായി നിൽക്കേണ്ടവരാണ്. അതിനുള്ള മനസ്സ് ചെറുപ്പം മുതലേ തന്നെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതുമാണ്. എന്നെ സംബന്ധിച്ച് എന്നെ അതിന് സഹായിച്ചത് എൻ്റെ വിദ്യാലയമാണ്. ഡോക്ടേഴ്സ് ഡേയിൽ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ഡോക്ടർമാർക്ക് ആശംസകൾ നേരുന്നു. അതിനൊപ്പം അവരെ അവരായി വാർത്തെടുത്ത നമ്മുടെ അധ്യാപകർക്ക് നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഹലോ എവ്രിവൺ, ഞാൻ ഫാത്തിമ അർഷ, ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2018-19 10th ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ July 1st, National Doctors Day. What I would like to add is that medicines can cure, but a good doctor's inspirational words can give the strength to live from and fight from within. So, happy Doctors Day. Thank you. On this Doctor's Day, I am proud to greet you, not just as a doctor, but as a former student of this amazing school. The values I learned from here: discipline, empathy, and the service led the foundation to my journey in medicine. To all the teachers and mentors who shaped us, thank you. Wishing everyone a healthy, hopeful future. Happy Doctor's Day. Hi all, I'm Mishin from class 7th and then Little Spice from class 7th. First of all, happy Doctor's Day. Watching a truly inspiring videos from our seniors who studied at our Little Flower English Medium School, my heart felt really and truly inspired. They are not just an inspiration for us. They are an example of what is dedication and passion can make us achieve. And we are proud of them. To all students watching this, let us take inspiration from the alumni and countless doctors everywhere. If you dream of becoming a doctor, remember, you are dreaming a life full of service, compassion, and strength. Let's start preparing today, as if tomorrow it could be our turn to heal the world. My first is full of hope, gratitude, and pride. It's not just a day to celebrate our doctors. It's a day for the reminder of the real-life heroes in white coat. National Doctors Day is celebrated in the memory of Dr. Bidhan Chandra Roy, who is also one of India's most respected doctors
and the second Chief Minister of West Bengal. His birth and death anniversary fall on the same date, 1st July. In this day, we observe the National Doctors' Day across the nation. This day reminds us of the nobility of this profession. It's not about science, it's about healing with heart. From our very own Little Flower English Medium School, bright minds have gone to become dedicated doctors, serving the nation and even abroad. On National Doctors' Day, we honor them and express our deepest pride. Smarts is not easy, but it's one of the most powerful and respected journey anyone can take. As the saying goes, the best doctor gives the least medicine, but the most care. Happy Doctors' Day once again, And a big salute to the future healers. It's pride to see our former students now standing frontline of healing, hope and humanity. They once walked in the same corridors, sat in the same classrooms. Now they are doctors. Let their journey inspire you, Flowerians. Little Flower family wishes all the doctors a very happy Doctors' Day. ആതുര ശുശ്രൂഷ രംഗത്ത് നിരവധിയായ നേട്ടങ്ങളാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട് കൈവരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആരോഗ്യമേഖലയിൽ കൂടുതൽ സംഭാവനകൾ നൽകുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുവെന്നത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. നാളിതുവരെ ലിറ്റിൽ ഫ്ലവറിൽ നിന്നും പഠിച്ചിറങ്ങിയ മെഡിക്കൽ രംഗത്ത് സേവനം ചെയ്യുന്ന എല്ലാവരെയും ഈ ഡോക്ടേഴ്സ് ഡേയിൽ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. അവരുടെ സമർപ്പണവും സന്നദ്ധതയും ഇനിയും സമൂഹത്തിന് ആശ്വാസവും പ്രതീക്ഷയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. Very warm wishes to all the incredible doctors around the globe. Special shout out for all the former students who have pursued and embraced their doctor profession with dedication, as well as to those who are continuing their studies of MBBS. Your journey is not very easy. You have to practice, and your practice will make a worthy life afterwards. May your journey continue and inspire all the doctors around the world. So, with heartfelt respect and gratitude, a very happy Doctors' Day. Thank you.